നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഡ്രിഡ് ഡെർബി നാളെയാണ്. വലിയ വീറും വാശിയും സാധാരണ പോലെയുണ്ട്. പ്ലസ് റയൽ മാഡ്രിഡ് റഫറിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കംപ്ലൈൻ്റൊക്കെ വലിയ ചർച്ചയായി നിൽക്കുന്നു. റയലിനെതിരെ നടപടി വേണമെന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്ന രണ്ട് ക്ലബ്ബുകളിൽ ഒന്ന് അത്ലറ്റിക്കോ മാഡ്രിഡാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം റിലീവ് പുറത്തുവിടുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രൂപത്തിലെ വീറും വാശിയുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആൻ്റോയിൻ ഗ്രീസ്മാൻ റഫറിങ് വിവാദത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് റഫറിമാരെ വെറുതെ വിടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ലീവ് ദി റഫറീസ് അലോൺ, റഫറിമാരെ വെറുതെ വിടൂ. ഓൾറെഡി അവർക്ക് കളിക്കളത്തിൽ ആവശ്യത്തിനുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ നോൺസെൻസ് ഇനി എന്തിനാണ്? നമ്മൾ ഇത്തരത്തിലുള്ള നോൺസെൻസ് നിർത്തേണ്ട സമയമായിരിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായിട്ടും നോൺസെൻസാണ്. ഇൻ ദി എൻഡ് നിങ്ങളാണ്, ജേർണലിസ്റ്റുകളാണ് ഇതിങ്ങനെ വലിയ രൂപത്തിലുള്ളൊരു വെയിറ്റ് ഇതിന് കൊടുത്ത് പ്രചരിപ്പിക്കുന്നത്. നോക്കുക, നിങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ ഏത് ക്ലബ്ബ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാലും അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാൻ പോകുന്നില്ല. റഫറിമാർക്ക് വലിയ ഒരു ടെൻഷൻ അവിടെ ഉണ്ടാവുകയുമില്ല. പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ? ആര് റഫറിയോ ആവട്ടെ, അവർ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന എങ്ങനെയാണ്? മിസ്റ്റേക്കുകൾ വരരുതേ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. കാരണം എല്ലാവരും നിങ്ങളെ നോക്കുന്നു എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അതൊരിക്കലും നല്ലതല്ല. റഫറിമാർ ഒരു മത്സരത്തിന് ഈ രൂപത്തിൽ എത്തേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും നല്ലതല്ല. നമ്മൾ റഫറിമാരെ അവരുടെ പാട്ടിന് വിടണം. അവർ ഓൾറെഡി ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ കളിക്കളത്തിൽ നേരിടുന്നുണ്ട്. ലെറ്റ് അലോൺ ഹാവിങ് ടു പുട്ട് അപ്പ് വിത്ത് ഓൾ ദിസ് നോൺസെൻസ് ഓഫ് ഇറ്റ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ട്. എല്ലാവരുടെയും ഫോൾട്ടാണ്. ക്ലബ്ബും പ്രസിഡൻറ്റും ജേർണലിസ്റ്റും എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് എന്നുകൂടി ആൻ്റോയിൻ ഗ്രീസ്മാൻ പറയുന്നത്. റയൽ മാഡ്രിഡ് ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വാക്കാണ്. കൃത്യമായി റയലിനെ ലക്ഷ്യം വെച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.